നമസ്കാരം. ലാഭത്തിനു വേണ്ടി ആഗോള യുദ്ധങ്ങൾക്ക് ഇന്ധനം നൽകുന്ന രാജ്യമാണ് അമേരിക്കയെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ആരോപിച്ചു. യുദ്ധത്തെ ഒരു കച്ചവടമായി കാണുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത്. അമേരിക്ക, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകി പാകിസ്ഥാന്റെ ആയുധങ്ങൾ തകർക്കാനാണ് അമേരിക്ക നോക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കുറ്റപ്പെടുത്തിയത്. ഈ പരാമർശം ഓൺലൈനിൽ, അതായത് സമൂഹ മാധ്യമങ്ങളിലടക്കം വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പാകിസ്ഥാന്റെ സ്വന്തം വൈരുദ്ധ്യങ്ങളെ നെറ്റിസൺസ് വിളിച്ചു പറയുകയും ആസിഫിന്റെ വിവാദപരവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതുമായ പ്രസ്താവനകളുടെ ചരിത്രം ഉയർത്തിക്കാട്ടുകയും ചെയ്തു. എക്സിൽ വ്യാപകമായി പ്രചരിച്ച ഒരു വീഡിയോയിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തങ്ങളുടെ ആയുധ വ്യവസായം വളർത്തുന്നതിനായി ലോകമെമ്പാടും യുദ്ധങ്ങൾക്ക് ഇന്ധനം നൽകുന്നതിനായി അമേരിക്കയെ കുറ്റപ്പെടുത്തി. Everywhere in the world, Americans have been doing it for last maybe 100 years. They generate wars. उन्होंने तकरीबन 260 जंगें लड़ी हैं अब तक अमेरिका ने. चाइना ने 3 लड़ी हैं. दे स्टिल मेक मनी. बट वहाँ पे मिलिट्री इंडस्ट्रियल कॉम्प्लेक्स है. इट्स एन एस्टैब्लिश इंडस्ट्री जो मेरे ख्याल उनकी जीडीपी का मेजर पोर्शन है. उसके लिए उनको जंगें करनी पड़ती है. कभी इसको लड़ा दिया, कभी किसी और को लड़ा दिया, और फिर जो है उस लड़ाई में कमा के पैसे घर चले गए. यही अफ़गानिस्तान में उन्होंने किया है, यही उन्होंने सीरिया में, इजिप्ट में, लीबिया में. These countries who were really rich, very rich country, they are bankrupt now. ഖ്വാജ ആസിഫിന്റെ പരാമർശം നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലാകുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഓൺലൈനിൽ ശക്തമായ പ്രതികരണങ്ങൾക്ക് കാരണമായി. നിരവധി ഉപഭോക്താക്കൾ ഈ പരാമർശങ്ങളെ കപടവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് വിളിച്ചു പറഞ്ഞ് രംഗത്തെത്തി. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാനെ അനുകൂലിക്കുന്നവരും ട്രംപിനെ അനുകൂലിക്കുന്നവരും തമ്മിൽ വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെത്തി. വീഡിയോയിൽ ആസിഫ് പറയുന്നത്, കഴിഞ്ഞ 100 വർഷമായി അമേരിക്കക്കാർ യുദ്ധങ്ങൾ സൃഷ്ടിച്ചു വരികയാണ്. അവർ 260 യുദ്ധങ്ങൾ നടത്തി. അതേസമയം ചൈന 3 എണ്ണത്തിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. എന്നിട്ടും US പണം സമ്പാദിക്കുന്നത് തുടരുകയാണ്. അവരുടെ സൈനിക വ്യവസായം ഒരു വലിയ സ്ഥാപിത മേഖലയാണ്. അവരുടെ GDPയുടെ ഒരു പ്രധാന ഭാഗമാണിത്. അതുകൊണ്ടാണ് അവർ സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഈജിപ്ത്, ലിബിയ എന്നിവ എടുത്തു നോക്കിയാൽ ഈ ഒരു കാലത്ത് സമ്പന്ന രാഷ്ട്രങ്ങളായിരുന്നു. ഇപ്പോൾ അവ പാപ്പരായിരിക്കുന്നു. ആഗോള അസ്ഥിരതയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സ്ഥാപിത വ്യവസായമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന സൈനിക വ്യവസായ സംശയത്തിന് ഇന്ധനം നൽകാൻ US ഇരുപക്ഷത്തെയും സംഘർഷങ്ങളിൽ പങ്കാളികളാകുന്നുവെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. F-16 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതും അമേരിക്കൻ സഹായത്തെ ആശ്രയിക്കുന്നതും ഉൾപ്പെടെ US-യുമായുള്ള പാകിസ്ഥാന്റെ സൈനിക സഹകരണത്തിന്റെ ദീർഘകാല ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഈ അഭിപ്രായങ്ങൾ വ്യാപകമായ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യയുമായുള്ള യുദ്ധം നടത്തുന്നതിന് വേണ്ടി അമേരിക്ക കൊടുത്ത F-16 വിമാനങ്ങളെല്ലാം തന്നെ എല്ലാ കരാറുകളും ലംഘിച്ചുകൊണ്ട് അമേരിക്ക ഒരു F-16 വിമാനം കൊടുത്തപ്പോൾ പാകിസ്ഥാനോട് പറഞ്ഞത്, ഒരു കാരണവശാലും ഈ യുദ്ധവിമാനം ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കരുതെന്ന് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടിയെല്ലാം ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ F-16 യുദ്ധവിമാനം ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചപ്പോൾ, ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചപ്പോൾ യുദ്ധം നിർത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ലോകരാജ്യങ്ങളുടെ അവരുടെ വീടുകളിൽ, അവരുടെ പടികളിൽ നിരങ്ങിയ ഒരു പാകിസ്ഥാനാണ് ഉള്ളത്. എന്നിട്ട് ആ പാകിസ്ഥാനാണ് ഇപ്പോൾ യുദ്ധമെല്ലാം തന്നെ നിർത്തിയപ്പോൾ അമേരിക്കയെ അടക്കം തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയത്. അമേരിക്കയെ കുറ്റപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. അതേ അമേരിക്കയിൽ നിന്നും F-16 വിമാനങ്ങൾ വാങ്ങുന്നതിൽ അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യം വളരെ സന്തോഷിക്കുന്നുവെന്ന് ഒരു ഉപഭോക്താവ് എക്സിലൂടെ പങ്കുവച്ചു. ഒരു സൈനിക വ്യവസായിക സംശയം അത്യാവശ്യമാണ്. അത് അഭിമാനകരമായ ഒരു കാര്യമായിരിക്കണം. ഇന്ത്യയും ശക്തമായ ഒന്ന് വികസിപ്പിക്കണമെന്ന് ഒരു ഉപഭോക്താവിന്റെ കമന്റുമുണ്ട്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ സ്വന്തം നയങ്ങളും ഭീകരതയും സംഘർഷത്തിന് ഇന്ധനം നൽകുന്നുവെന്ന വസ്തുത മറച്ചുവെക്കില്ല. ആയുധ വിൽപ്പന ആഗോളപരമായ ഒരു കാര്യമാണ്. പക്ഷേ സമാധാനം ഉത്തരവാദിത്തത്തോടെയാണ് ആരംഭിക്കുന്നത്. പാകിസ്ഥാന് സഹായം ആവശ്യമുള്ളപ്പോൾ അത് അമേരിക്കയിലേക്ക് ഓടി. ഇപ്പോൾ ഒരു വെടിനിർത്തൽ നിലവിൽ വന്നതോടെ അത് വീണ്ടും US-നെ കുറ്റപ്പെടുത്തുന്നതിലേക്ക് മടങ്ങിയെന്നാണ് ട്രംപ് അനുകൂലികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.